ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവവചനത്തിന്റെ തീമഴ എന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന വചനം ജെറമിയായുടെ പുസ്തകം 29-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ വചനം ഇപ്രകാരം പറയുന്നു: കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. ഇന്നേ ദിവസം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഏത് ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോവുകയാണെങ്കിലും ദൈവമായ കർത്താവ് വചനത്തിലൂടെ പറയുകയാണ്, നിങ്ങളുടെ നന്മയ്ക്കായിട്ടുള്ള ഒരു പദ്ധതി ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനല്ല ഒരിക്കലും, അത് നിങ്ങളുടെ ക്ഷേമത്തിനായിട്ടുള്ള പദ്ധതിയാണ്. അപ്പോൾ ഇന്ന് ചിലപ്പോൾ ഒരു പക്ഷേ വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ സ്നേഹപിതാവായ ദൈവം കൂടെയുണ്ട്. അവിടത്തേക്ക് നിങ്ങളെക്കുറിച്ച് നന്മയ്ക്കായിട്ടുള്ള, നിങ്ങളുടെ അനുഗ്രഹത്തിനായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ട് എന്ന് വ്യക്തമായിട്ട് വചനം നമ്മോട് പറയുകയാണ്. നമ്മൾ അവിടുത്തെ പദ്ധതിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും, ഇതായിരുന്നു ഞാൻ തിരഞ്ഞെടുക്കേണ്ട വഴി. തുടർന്നുള്ള വചനം ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എപ്പോഴാണോ എന്നിലേക്ക് നോക്കുന്നത്, നിങ്ങളുടെ കണ്ണുകൾ എന്നിലേക്ക് ഉയർത്തുന്നത്, അപ്പോൾ ദൈവമായ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അവിടുത്തെ സന്നിധിയിലേക്ക് എന്റെ കണ്ണുകൾ ഉയർത്തുമ്പോൾ അവിടുന്ന് എന്റെ പ്രാർത്ഥന സ്വീകരിക്കും. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ഒരു വലിയ മാറ്റം ദൈവമായ കർത്താവ് എന്റെ ജീവിതത്തിൽ വരുത്തും എന്നുള്ള ശക്തമായ വചനമാണ് ദൈവം നമുക്ക് നൽകുന്നത്. തുടർന്നുള്ള വചനത്തിൽ പ്രകാരം പറയുന്നു, 13-ാമത്തെ വചനം: നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. ഇന്നൊരു പക്ഷേ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട്, ഞാൻ ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ കർത്താവ് പറഞ്ഞ ഈ വചനം ഞാൻ ശ്രദ്ധയോടെ സ്വീകരിക്കാനായിട്ട് തയ്യാറാകണം. അവിടുന്ന് പറയുകയാണ്, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ നിങ്ങൾ കണ്ടെത്തും എന്നാണ് വചനത്തിലൂടെ നമ്മോട് പറയുന്നത്. ഞാൻ എവിടെയെങ്കിലും കർത്താവിന്റെ വഴിയിൽ നിന്ന് മാറി ലോകത്തിന്റെ വഴിയിലൂടെ ഞാനിപ്പോൾ നടക്കുന്നുണ്ടോ? കർത്താവിന്റെ വഴിയിലൂടെയും ലോകത്തിന്റെ വഴിയിലൂടെയും ഒരുമിച്ചാണോ ഞാൻ സഞ്ചരിക്കുന്നത് എന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് പരിശോധിച്ച് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കണം. ഇത് ഞാൻ ചെയ്യാനായിട്ട് തയ്യാറാകുമ്പോൾ ദൈവമായ കർത്താവ് ശക്തമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. എൻ്റെ ജീവിതം ദൈവോന്മുഖമായിട്ട് മാറ്റും, അനുഗ്രഹമാക്കി മാറ്റും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്.